അതിനെന്താ അതിന്റെ ബാക്കി മറ്റേ ഡെഡിക്കേഷൻ വൺ മോർ പോയിന്റ്. ചേച്ചിക്ക് എല്ലാവരുടെയും പേര് ഓർമ്മയുണ്ടാവും. ശരിക്കും അതിന്റെ ഒരു എഫേർട്ട് ഫ്രം ദ ഹാർട്ട്. നമുക്ക് ആ സന്തോഷം പറഞ്ഞു തുടങ്ങാം. കഴിച്ചതിനെക്കാട്ടിലും സന്തോഷമായി. താങ്ക് യു. നമ്മൾ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ബ്രേക്ക് ടൈമിൽ ചേച്ചിയുടെ അടുക്കിലേക്ക് 2 കട്ട്ലറ്റ് വന്നു. അപ്പോൾ ആ കട്ട്ലറ്റ് കണ്ടപ്പോൾ ചേച്ചിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മളെ കുട്ടികളുടെ മുമ്പിലേക്ക് സാധനം വെക്കൂല്ലേ, ശരിക്കും ശരിക്കും ഇരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു നമുക്കൊരു 100 ഇന്റർവ്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ചേച്ചിയോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്ക് കിട്ടുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതൊരു അതിന് വേറെ എക്സ്പ്രഷൻ ഫ്രം ദ ഹാർട്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചിയോട് ഒരു ദിവസം പങ്കിട്ടാൽ അറിയാം ആ ഒരു ഓറ അല്ലെങ്കിൽ ആ വൈബ് എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അത് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ആ സന്തോഷം പറഞ്ഞു തുടങ്ങാം. കഴിച്ചതിനെക്കാട്ടിലും സന്തോഷമായി. ഈ സാധാരണ നമ്മള് എഡിറ്റേഴ്സിന്റെ മുമ്പിലേക്ക് ഫുട്ടേജ് വരുമ്പോൾ നമുക്ക് ഡയറക്ടർമാരെ ചീത്ത വിളിക്കാം. ഇയാൾ ഇത് എന്തോ എടുത്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതിപ്പോ അതിനൊരു സാധ്യതയില്ല. എന്താ ശരിക്കും എഡിറ്റർ അത് കൊണ്ടുവച്ചപ്പോ തോന്നിയത്? ഇല്ല, സെറ്റിൽ വെച്ച് തന്നെ അതിന്റെ എഡിറ്റ് ഒക്കെ നമ്മള് ചെക്ക് ചെയ്ത് അതുകൊണ്ട് അതൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് ആണെന്ന് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചെല്ലാം കിട്ടിയിരുന്നു. പിന്നെ അങ്ങനത്തെ ആംഗിൾസ് ഇല്ലല്ലോ. മറ്റത് ഒരു സീൻ ചെറുതാക്കണം എന്ന് പറയുമ്പോഴാണല്ലോ ഓപ്ഷൻസ് വേണ്ടത്. നമുക്ക് ചെറുതാക്കാൻ പറ്റത്തില്ല, കാരണം ആ പ്രശ്നമില്ല. ഈ സാധാരണ ഈ 2 ടൈപ്പ് ഓഫ് ഒരു ബ്രെയിനും കൂടിയാണ് സാധാരണ വരുന്നത്. ആ ഒരു എഡിറ്ററോട് അഡീഷണൽ ആവുമ്പോൾ, ഡയറക്ടർ പ്ലസ് എഡിറ്റർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒറ്റ ബ്രെയിൻ ആവുന്നത് അത് എത്രത്തോളം റിസ്ക് ആണ് ശരിക്കും? റിസ്ക് ഇല്ല, എളുപ്പമല്ലേ ശരിക്കും. ഞാൻ എഡിറ്ററായിട്ട് പറയാനല്ലോ, പക്ഷെ എന്നാലും കുറേ കാലം കൊണ്ട് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സിനിമകൾ കണ്ടതിൽ നിന്നും വർക്ക് ചെയ്തതിൽ നിന്നും പഠിച്ചതെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് എടുത്താൽ മതി എന്നുള്ള ഒരു. അപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ആ രീതിയിൽ സമയവും ഒരുപാട് എഫേർട്ടും ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡയറക്ടർ ആണല്ലേ? അങ്ങനെ അതെനിക്കറിയില്ല. പ്രൊഡ്യൂസറും കൂടിയാണല്ലോ, അതുകൊണ്ടാണ് ഇത്ര ആത്മാർത്ഥത. ഈ ഡയറക്ടറോടുള്ള എഴുത്ത് സാധാരണ നമുക്കൊരു ആസ് എ റൈറ്റർ എഴുതി അങ്ങ് പോവാം. പക്ഷെ ഒരു ഡയറക്ടറോട് എഴുതുമ്പം കുറച്ചുകൂടെ വഴക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇല്ല, കാരണം ഇത് എനിക്കറിയാത്ത ഒരു ജോണറിലുള്ള സിനിമയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫൗണ്ട് ഫുട്ടേജ് ജോണർ ഞാൻ ആള് കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇത് എന്താ സംഭവം എന്ന് ഈ ഇവരെടുത്ത് നമ്മൾ കഥയായിട്ട് ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ കോമൺ ഇൻട്രസ്റ്റും അതെല്ലാം കോമൺ ആണ്. അതുകൊണ്ട് ഭയങ്കര ഇടി കുറവാ പൊതുവെ, വളരെ കുറവാണ്. ചേച്ചിക്ക് ഇത് ഈ ഒരു കഥ അല്ലെങ്കിൽ ഇത് ഏതൊരു സിനിമ ചെയ്യുമ്പോഴും നമുക്കൊരു റീസൺ ഉണ്ടാവും. ഇതുകൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇന്നതാണ് കാരണം, അല്ലെങ്കിൽ ടീമാണ്. ചേച്ചിക്ക് ഇതിനെ അട്രാക്ട് ചെയ്ത റീസൺ എന്താണ്? ഇതിന്റെ ട്രീറ്റ്മെന്റും ഈ നിഷ്കളങ്കമായ മുഖമാണോ? ഫൗണ്ട് ഫുട്ടേജ് ഒരു സിനിമ, ഫൗണ്ട് ഫുട്ടേജ് ഒരു ജോണറിലുള്ള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ പുതിയതാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് തന്നെ എക്സൈറ്റ് ചെയ്തു. പിന്നെ ഒരു നല്ല ടീമാണ്. എല്ലാ സിനിമയും എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നുള്ളൊരു രീതിയിൽ എനിക്കും ഇഷ്ടം തോന്നുന്നത് കൊണ്ടാണ് എല്ലാ സിനിമകളും ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഇതിൽ ഞാൻ എക്സൈറ്റഡ് ആയി ഈ സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടമാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് കണ്ടൊരു ട്രെയിലറിൽ കണ്ടത്, സാധാരണ നമ്മൾ ഫിലിം മേക്ക് ചെയ്യുന്ന സമയത്ത് ലൈറ്റ്സും ഷെയ്ഡ്സ് സാധാരണ കുറയ്ക്കാറാണ് നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇതിൽ നിങ്ങൾ പർപ്പസ്ഫുള്ളി ഇത് ഷെയ്ഡ്സ് ആഡ് ചെയ്തിട്ടതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ തോന്നലാവാം. ഈവൻ അതിൻ്റെ പല സീനുകളിലാണെങ്കിൽ പോലും 2 ഷെയ്ഡും ഉണ്ട്. നിഴലുകൾ എപ്പോഴും എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളൊരു പർപ്പസ്ഫുള്ളി വെച്ചതാണ്? ഉറപ്പായിട്ടും അതൊരു എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ് സിനിമോഗ്രാഫിയിൽ വരുന്നത്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മളത് ഫുൾ അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈല്? അതൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഒരു ഡെപ്തും കിട്ടും നമുക്ക് വിഷ്വലിന്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള
ലൈറ്റിങ്ങിന് പകരം ഒരു ഏതെങ്കിലും ഒരു ചെറിയ സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിൽ ഒരു ഇമേജ് ഒരാൾ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ആ ഒരു ഡെപ്ത്. എനിക്കൊന്നും ഒരു കൺവെൻഷൻ സിസ്റ്റത്തെ എല്ലാം നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇതിനകത്ത് ഇതിന്റെ പാറ്റേണേ വേറെയാണ്. ഇപ്പൊ ഇതിന്റെ സാധാരണ ഒരു സിനിമയുടെ സ്പീഡോ അങ്ങനെയൊന്നും അല്ല. ഇത് ഇങ്ങനെ ചിലപ്പോൾ കൂടും കുറയും, കുറേ നേരം പോവും, സ്പീഡിൽ കുറേ നേരം പോവും, അങ്ങനെ ഭയങ്കര എല്ലാ പാറ്റേണും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ്. നമ്മളായതുകൊണ്ട് പിന്നെ ആരോട് ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. അതുകൊണ്ടല്ല ഈ ഒരു സിനിമ അങ്ങനെയാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആക്ടർ എന്ന് നമുക്ക് ആദ്യം തോന്നിയിരുന്നു. പക്ഷെ പേഴ്സണലി ഞാൻ പറയാണ്, ഇപ്പൊ ഇദ്ദേഹം നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റാഫിലേക്കാണ്, ഒരു ഇന്റർനാഷണൽ ആക്ടർ. യെസ്, എന്നെ കുറിച്ചാണ്. അല്ല ശരിക്കും പേഴ്സണലി ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമ കാണുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കാണുമ്പോൾ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോർമൽ. ഒരു ലോക്കൽ ബോയ് എന്നതിനപ്പുറം ഒരു ഇന്റർനാഷണൽ സ്റ്റാഫുള്ള ഒരു നടനായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും അതിന്റെ ഒരു എഫേർട്ട് ഇറ്റ്സ് ഫ്രം ദ ഹാർട്ട്. ഞാൻ സിനിമ കാണുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ശരിക്കും നിങ്ങളുടെ ഒരു എഫേർട്ട് എത്രത്തോളം ഉണ്ട്? അത് നല്ല എഫേർട്ട് ഉണ്ട്. ഇങ്ങനെ ഇരിക്കാൻ തന്നെ അത്യാവശ്യം കഷ്ടപ്പാടുണ്ട് ശരിക്കും. വിശാഖ് നന്നായി എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഇങ്ങനെ കീപ്പ് ചെയ്യാനും ലുക്ക് കീപ്പ് ചെയ്യാൻ പോലും എവറി ഫിലിം ഇസ് എ ഡിഫറെന്റ് എഫേർട്ട്. ഈ പടം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും ഓൾമോസ്റ്റ് 1.5 months ട്രെയിൻ ചെയ്തിട്ടാണ് പടത്തിലോട്ട് ഷൂട്ടിലോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. അത്രയും ഡിഫിക്കൽട്ട് ആയിരുന്നു. ഒരു സീൻ ഒരു ടേക്കാണ്. ഇപ്പോൾ ഡയലോഗ്സ് മാത്രമല്ല, എൻ്റെ ബ്ലോക്കിംഗ്, സ്റ്റേജിങ്, പിന്നെ കുറേ നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യണം ക്യാമറ. അപ്പോൾ അതൊരു എനിക്കൊരു ലേണിംഗ് ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും ലേണിംഗ് ആയിരുന്നു. അപ്പോൾ ആൻസർ ക്വസ്റ്റൻ, ഐ തിങ്ക് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് എനിക്ക് ഈ പടത്തിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ഫാക്ടർ തന്നെയാണ്. ഇതിൽ നിന്ന് പഠിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. സോ മച്ച് ടു എക്സ്പീരിയൻസ്. പിന്നെ ഓഫ് കോഴ്സ് മഞ്ജു ചേച്ചിയുടെ കൂടെയും സൈജുവിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം അവർ ലെജൻസ് ആണ് അവരുടെ മേഖലകളിൽ. അപ്പോൾ ദാറ്റ് വാസ് കോൺസ്റ്റൻ്റ്ലി ലേൺ, കോൺസ്റ്റൻ്റ്ലി ഇവോൾവ്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ തന്നെയായിരുന്നു. ഇത് ഏത് മൊമെന്റിലാണ് ഈ ഒരു ട്രെൻഡിലേക്ക് തിരിഞ്ഞത്? ശരിക്കും ഏതൊരു മൊമെന്റിലാണ് ഇങ്ങനെ ഒരു മാറ്റം വേണം, അല്ലെങ്കിൽ എനിക്ക് കുറെ കൂടെ സെലക്റ്റീവ് ആയെന്ന് തോന്നുന്നു? ബിക്കോസ് ഐ ഫെൽറ്റ് എനിക്കൊരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ, ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ കുറച്ച് കുറഞ്ഞു വന്നായിരുന്നു. കാരണം കിട്ടിക്കൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് ഓൾമോസ്റ്റ് ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് 2018, 2019 സമയത്ത് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം എന്ന് വെച്ചത്. ഒരു 2-3 വർഷം അധികം പടങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ മലയാളത്തിലെ ക്യാമിയോസും അതൊക്കെയാണ് പിന്നെ ചെയ്തത്. പിന്നെ ലക്കിലി ഹിന്ദി ഹാപ്പൻ. അപ്പോൾ ഹിന്ദിയിൽ പോയിട്ട് അവിടെ 2-3 പടങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ ഐ തിങ്ക് എല്ലാം ഒരു നിമിത്തം, ഒരു ഭാഗ്യമാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ. ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ റെഡി ആയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെ വന്ന് കയറിയ ഒരു ഓപ്പർച്യൂണിറ്റി ഫോർ സം റീസൺസ് സൈജുവേട്ടൻ എന്നെക്കുറിച്ച് ആലോചിച്ചു. ആൻഡ് ഈ ക്യാരക്ടറിന് ആപ്റ്റായിട്ട് തോന്നി. അപ്പോൾ പുള്ളി വിളിച്ച് കഥ ഞാൻ കേട്ടുപോലില്ല, ഇതാണ് വിശാഖ സാധനം ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ ഡൺ, റെഡി, സെറ്റ്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും എപ്പോഴും നമുക്ക് കിട്ടില്ല. ഓക്കെ, ഈ ഗായത്രിയുടെ കാര്യം അതുപോലെ തന്നെയാണ് പറയുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഈ കഥയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ള റീസൺ അതുകൊണ്ടാണ് ഒരെണ്ണം അതുമായിരിക്കും. സാസൻ ആക്ടർ, അതിനപ്പുറം നമ്മൾ മലയാളത്തിൽ പറയും പോടാ പുല്ല് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, നീ എന്നോട് എന്ത് പറഞ്ഞാലും എനിക്കത് വിഷയമല്ല എന്ന് കൃത്യമായിട്ട് ബോധിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. അത് ശരിക്കും അങ്ങനെ ഒരു നോർമൽ ടൈപ്പ് ആളാണോ ശരിക്കും? ലൈഫിൽ ആക്ച്വലി അങ്ങനെ തന്നെയാണ്. ഞാൻ അൺനെസസറിലി എനിക്ക് ആവശ്യമില്ലാത്ത കാര്യം ഇപ്പം ഞാൻ എടുക്കാറില്ല. അറ്റ് സം പോയിന്റ് എനിക്കൊന്ന് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് വരുന്ന പോലെ എനിക്കും വന്നിട്ടുണ്ട്, ഇനിയും ചിലപ്പോൾ വരാതിരിക്കാം. ബട്ട് സ്റ്റിൽ ഇപ്പം ഞാൻ കുറച്ചുകൂടി മെൻ്റലി പ്രിപ്പയർഡ് ആണ്, കുറച്ചുകൂടി മെൻ്റലി സ്ട്രോങ്ങർ ആണ്. സോ ഇപ്പം ലൈക്ക് പോസ്റ്ററൊക്കെ ഇറങ്ങിയ സമയത്ത് നല്ല രീതിയിൽ പല രീതിയിൽ ആൾക്കാർ കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴും ഞാൻ ആ സൈഡ് നോക്കാനേ നിന്നില്ല. ആക്ച്വലി എനിക്കൊന്ന് സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ഈ കമൻറ്റൊക്കെ എടുത്ത് വായിച്ച് ഇത് കണ്ടിരുന്ന് വിഷമിച്ച് കരയുന്നതൊക്കെ അപ്പോഴായിരുന്നു. ഇപ്പം ഞാൻ ലിറ്ററലി ഭയങ്കര സെലക്റ്റീവായിട്ടേ നോക്കുള്ളൂ. ഞാൻ ആ മെൻ്റൽ സ്പേസിലാണ് ഇരിക്കുന്നതെങ്കിൽ, കണ്ട് ചിരിക്കാനുള്ള മെൻ്റൽ സ്പേസിലാണെങ്കിൽ ഞാനിരുന്ന് വായിക്കും, ചിരിക്കും. എൻ്റെ ഫ്രണ്ട്സിന് സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഞാനത് ഫണ്ണി ആയിട്ട് കണ്ടങ്ങ് വിടും. അല്ലാതെ പിന്നെ ബിക്കോസ് ലോഡ് ഓഫ് പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ട്രെയിലർ എല്ലാത്തിനും കൂടെ ഒരുപാട് പോസിറ്റീവ് വരുമ്പോൾ വൈ ഫോക്കസ് ഓൺലി ഓൺ ദ നെഗറ്റീവ്? ഐ വാസ് ഓൺലി ഫോക്കസിങ് ഓൺ ദ പോസിറ്റീവ്. ലൈക്ക് ഒത്തിരി ഗ്രേറ്റ്ഫുള്ളും ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഫ്രം സ്റ്റാർട്ട് എന്നെ സെലക്ട് ചെയ്ത ആ ടൈം തൊട്ട് ഇപ്പോൾ ഈ ഇരിക്കുന്ന സമയം വരെ ഐ എം കംപ്ലീറ്റ്ലി ഗ്രേറ്റ്ഫുൾ, സോ താങ്ക്ഫുൾ ടു ദം. എന്നെ സെലക്ട് ചെയ്തു, ഞാൻ ഓഡിഷൻ വഴിയാണ് എന്നെ സെലക്ട് ചെയ്തു. സോ ഐ എം സോ ഗ്ലാഡ് ഇവർ എന്നെ സെലക്ട് ചെയ്തല്ലോ എന്നുള്ളത്. ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് പ്ലേസസ്, ഭയങ്കര വേറെ ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആസ് എ ബിഗിനർ എനിക്ക് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്.
ഷെബു പറയുന്നതാണ് ഇടയ്ക്ക് ലൈക്ക് ദിസ് ഇസ് ഗോയിങ് ടു ബി ടേണിംഗ് പോയിന്റ് ആൻഡ് ഐ ബിലീവ് ഇൻ ഇറ്റ്. അതിനുള്ള നല്ല പണിയെടുത്തിട്ടുണ്ട്. ഇവരെ പോലുള്ള കുറേ പേര് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ ഈ ഒരു ബോൾഡ്നെസ് കൊണ്ടുവരാനും ഒരു കാരണം മനുഷ്യേച്ചി തന്നെയാണ്. അത് ശരിക്കും അത് നമുക്ക് പറയാവുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു ബോൾഡ്നെസ് ശരിക്കും കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്നൊരു മൊമെന്റിൽ എപ്പോഴാണ് ശരിക്കും ഇങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിയത്? അയ്യോ, ഈ പറയുന്ന പോലെയൊന്നും ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ല. നമ്മൾ കട്ട്ലറ്റിന്റെ കാര്യം പറഞ്ഞല്ലേ, കട്ട്ലറ്റ് വന്നു കഴിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് തോന്നുന്നോ അത് ചെയ്യാ, തീരുമാനിക്കാൻ, മുന്നോട്ട് പോവുക, ഒഴുക്കിനൊപ്പം നീന്തുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന വലിയ ഫിലോസഫി ഒന്നും ഞാനൊന്നും ചിന്തിക്കാറേ ഇല്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള ഇപ്പൊ ഗായത്രി പറയുന്ന പോലെ ഇങ്ങനെ ബോൾഡായിട്ടൊരു അതൊക്കെ ഗായത്രിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്ട്രെങ്ത് തന്നെയാണ്. അതിപ്പോ ഗായത്രി തന്നെ വിചാരിച്ചത് കൊണ്ട് അത് മുന്നോട്ട് വന്നു. അത് ആരെങ്കിലും കണ്ട് ഒന്ന് ചിന്തിക്കാം എന്നല്ലാതെ അതിന് എഫേർട്ട് എടുത്ത് അത് ചെയ്യാന്ന് പറയുന്നത് ഗായത്രിയുടെ തന്നെ എഫേർട്ടും ഒരു വിജയവുമാണ്. അല്ലാതെ അതിന്റെ ഫുൾ ക്രെഡിറ്റ് എല്ലാം അവർക്കൊക്കെ തന്നെയാണ്. മറ്റതൊക്കെ ചുമ്മാ സ്നേഹം കൊണ്ട് തോന്നുന്നതാണ്. ഇത് ഭയങ്കര യാത്രകളിലായിരുന്നല്ലേ ഈ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളിൽ? ഇടയ്ക്ക് പോകാറുണ്ട്. യാത്ര എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മഞ്ജു വാര്യർ എന്ന? എനിക്ക് പണ്ടും ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു യാത്ര ചെയ്യാൻ. ഇപ്പോഴാണ് പിന്നീട് അതിനുള്ള ഒരു സാഹചര്യവും ഒരു സന്ദർഭമൊക്കെ ഒരുക്കാൻ സാധിക്കുന്നത് ഇപ്പോഴാണ്. യാത്ര എപ്പോഴും ഭയങ്കര ഒരു റിലാക്സിങ് ആണല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ നമ്മളൊക്കെ എന്ത് ചെറുതാണ് എന്നുള്ള റിയലൈസേഷൻ എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. മറ്റ് ഇപ്പോൾ പ്രത്യേകിച്ച് ഹിമാലയത്തിലൊക്കെ പല പ്രാവശ്യം ഷൂട്ടിങ്ങിനും അല്ലാതെയൊക്കെ പോകാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ പോകുമ്പോഴാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചിരി വരും. അതിൻ്റെ പേരിൽ അവിടെ എന്തൊരു പ്രശ്നം നടക്കണം, ഇവിടെ എന്താ ഒന്നും. ശരിക്കും മനുഷ്യൻ പ്രകൃതിയുടെ മുമ്പിൽ മനുഷ്യനൊന്നുമല്ല എന്നൊക്കെയുള്ള പല റിയലൈസേഷൻസും ഹിമാലയത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? അല്ല, നമ്മള് ഷൂട്ടിന് മറ്റേ റാണിപത്മിനി സമയത്തൊക്കെ ഞാൻ മലയുടെ താഴെ പോയി നമ്മള് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സിറ്റിയിൽ കിടന്ന് എന്താ കാണിക്കണേന്ന് തോന്നുന്നു. ശരിയല്ല ചേച്ചി പറഞ്ഞാൽ കറക്റ്റ്. അപ്പൊ അത് നമ്മൾ എത്രത്തോളം ചെറുതാണ് എന്നുള്ളൊരു വെറുതെ കരഞ്ഞു പോകും നമ്മൾ ശരിക്കും. ഈ യാത്രയുടെ ഒരുപാട് പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് യാത്ര പോകണം എന്നുള്ള ചിന്തകളേ ഉള്ളൂ. ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ട് അവർ വലിയുന്നുണ്ട്. ശരിക്കും അങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ, അവരോട് എന്താ പറയാനുള്ളത്? ഇല്ല, അങ്ങനെയല്ല. അത് അവനവന് എന്താണ് സന്തോഷം കിട്ടുന്നത് അത് ചെയ്യാൻ ഉള്ള ഒരു എന്താ പറയാ കപ്പാസിറ്റി ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അങ്ങനെ അതിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പൊ ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാവും, അത് ചെയ്ത് അതിന് ആഗ്രഹത്തിനനുസരിച്ച് അത് ചെയ്യുക. ഇപ്പൊ വെറുതെ വീട്ടിലിരിക്കാൻ ആഗ്രഹമുള്ള സ്ത്രീകളുണ്ടാവും, അത് ചെയ്യുക. അതല്ലാതെ മറ്റെന്തെങ്കിലും അതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള സ്ത്രീകളുണ്ടാവും. അവനവന് എന്ത് സന്തോഷം തരുന്നോ, സെൽഫ് റെസ്പെക്റ്റ് ഉള്ളൊരു കാര്യം വരുന്നോ, സ്വയം സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് ഒരിക്കലും ഇന്നത് തന്നെ ആവണം എന്നുള്ളതില്ല. അവനവനൊരു സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു കാര്യം എന്താണോ അത് ചെയ്യാം. അത് തന്നെയാണ് മഞ്ജു ഫോളോ ചെയ്യുന്നത്. ആസ് എ റൈറ്റർ, അത് ഇപ്പോഴത്തെ ബഹുമാനം കൊണ്ട് കാണിച്ചതോ? തിരിഞ്ഞുപോയി. ഞാൻ എന്നെ ശരിക്കും അങ്ങനെ മനസ്സിലാക്കി. സത്യം പുറത്തു വന്നതാണ്. നമ്മൾ എഴുത്തിന്റെ രീതി ഈ തലമുറയിൽ മാറി. കാരണം നിങ്ങളെ പോലുള്ള പുതിയ തലമുറയിൽ എഴുത്തുകാർ വരുമ്പോൾ നമ്മുടെ ഭാഷയും നമ്മുടെ എഴുതുന്ന രീതികളും, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ എഴുത്തിൽ ഫേസ്ബുക്ക്, യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലുള്ള, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ കണ്ടന്റുകൾ വരുന്നുണ്ട്. പക്ഷെ പഴയ എഴുത്തിലോ ഒരു 2000 മുമ്പുള്ള പുസ്തകങ്ങളിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാലഘട്ടം മാറി, അടുത്ത ജനറേഷൻ വായിച്ചു തുടങ്ങി. ഈ അടുത്ത ജനറേഷൻ വായന കുറവാണ് എന്നൊരു വർത്തമാനം പൊതുവേ ഉണ്ട്. അത് എത്രത്തോളം യോജിക്കുന്ന ആ ഒരു വാർത്തയോട്? എനിക്ക് മനസ്സിലായത്, ഇപ്പം ഒരു നവജാത ശിശു എന്ന് പറയുമ്പോൾ തന്നെ നവം എന്ന് പറയുന്നത് അവർ പുതിയൊരു ജനറ്റിക്സ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും പുതുതായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പം അവര് ഇപ്പൊ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. മുന്നേന്ന് വെച്ചാൽ നമ്മളുടെ ഹോബീസ് എന്താ വെച്ചാൽ നമ്മൾ തനിയിരിക്കുന്ന സമയത്ത് പുസ്തകം വായിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് കൂടുതലും
ആ കൂടുതൽ തന്നെ അവർക്കുള്ള എക്സ്പീരിയൻസ് കുറവും ഉള്ളൊരു സ്ഥലത്ത് അവർ ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പം എന്താ പറയുക, എന്ത് തരത്തിലുള്ള ഇൻഫർമേഷനാണോ നമുക്ക് ഇഷ്ടം അത് പ്രൊവൈഡ് ചെയ്യുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇപ്പോൾ വായനയിലാണെങ്കിലും. അപ്പം എനിക്കത് വായിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്, വായിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളും ഉണ്ട്. ഇപ്പം നമ്മൾ ലൈബ്രറിയിലൊക്കെ പോയാൽ ഇപ്പോഴും വായിക്കുന്ന കുട്ടികൾ വായിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോഴത്തെ നമുക്ക് ഫോൺ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കാണെങ്കിലും നിരന്തരമായിട്ട് ഈ പറഞ്ഞ പോലെ പുതിയ കുട്ടികളായിട്ട് നമ്മളുടെ ഇടപെടലാണ് നമുക്കാണെങ്കിലും ഒരു ഇൻപുട്ട് അല്ലേ. അവരായിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്കും എന്തെങ്കിലും ഒരു എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് വായന കുറവാണെന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നില്ല. ഇപ്പോൾ എനിക്കൊരു മോൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, 12 വയസ്സാണ്. അപ്പം അവരും വായിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ വായിക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ മോളുടെ ഫ്രണ്ട്സ് ആയാലും അവർ ലൈബ്രറിയിൽ പോകും, ബുക്സ് എടുക്കും, വരും. പക്ഷെ അത് മാത്രമല്ല അവരുടെ ലോകം, അവർക്ക് അതിൻ്റെ അപ്പുറത്തും ആക്സസ് ഉള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അതാണ് എനിക്കൊരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളൂ. നമ്മൾ സാധാരണ നടന്മാരോട് പുറത്തുപോയി അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ഒരു ക്ലീശ ചോദ്യമുണ്ട്, അവർ മലയാള സിനിമയെ പറ്റി എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത്. സത്യം അവർ എന്താ പറയാൻ പോകുന്നത് നമുക്കറിയാം, പക്ഷെ ഇത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ സുഖത്തിന് വേണ്ടി ഞാൻ ചോദിക്കുക, അവരുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് മലയാള സിനിമ? അവിടെയൊക്കെ മലയാളം സിനിമ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. കാരണം നമ്മൾ ചെയ്യുന്ന അത്രയും വെയിറ്റ് ഉള്ള കോണ്ടന്റ്, ക്വാളിറ്റി ഉള്ള കോണ്ടന്റ് എന്ന വാക്ക് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്നാലും അത്രയും ക്വാളിറ്റി ഉള്ള സിനിമ വേറെ എവിടെയും ഇന്ത്യയിൽ എവിടെയും ചെയ്യുന്നില്ല. ആൻഡ് അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് 2024 എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം എത്രയോ പടങ്ങളാണ് ദാറ്റ് പാത്ത് ബ്രേക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് സമയത്ത് അവിടെ ഇത്രയും അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മുടെ ഒരു ഫുട്ടേജ് പോലത്തെ ഒരു ഫിലിം വിച്ച് ഇസ് വെരി ഡിഫറെൻറ്റ്, പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നോക്കുമ്പോൾ, ബെസ്റ്റ് ടൈമാണ് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ. ആൻഡ് എസ്പെഷ്യലി അനുരാഗ് സർ പോലത്തെ ഒരാളും കൂടെ വന്നതുകൊണ്ട് ഇറ്റ്സ് എ ബിഗ് പ്ലസ് ഫോർ അസ്. കാരണം അവിടുത്തെ ആൾക്കാർ ഇവിടുന്ന് മലയാളത്തിൽ നിന്ന് ഇനി അടുത്ത് എന്താ വരാൻ പോകുന്നതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ മലയാളത്തിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ് ചെയ്തൊരു സീരീസിൽ ഇവിടെ നിന്നുള്ള കുറേ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, പൂർണ്ണം ചേച്ചിയുണ്ട്, ദിനേശ് ഏട്ടൻ, കീർത്തി സുരേഷ്, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മലയാളികളെല്ലാവരും കൂടെ ഒരു ഗ്യാങ് ആയിട്ട് അവിടെ ഒരു കൊടിയും കൊത്തി ഞങ്ങൾ മലയാളികൾ എന്നുള്ള രീതിയിൽ മലയാളത്തിൽ മാത്രമേ സംസാരിക്കുള്ളൂ. പക്ഷെ എന്നാലും ദേ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് കോൺവെർസേഷൻ. നിങ്ങൾ എന്തിനെക്കുറിച്ചായി സംസാരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്, വൈ ആർ യുവർ ഫിലിം സോ ഡിഫറെൻറ്റ്. ആ ക്യൂരിയോസിറ്റിയും ആ ഇൻട്രസ്റ്റും ആ റെസ്പെക്റ്റും ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഇറ്റ്സ് ഗ്രേറ്റ്. ഈ സിനിമയുടെ ഒരു എവല്യൂഷൻ ചേച്ചി കണ്ടത് തന്നെയാണ്. കാരണം ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ പണ്ടൊരു നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉറച്ചേച്ചി കേട്ട ഒരു കഥയാണ്, ഈ മലയാള സിനിമ ഒരു ബി ഗ്രേഡ് സിനിമ, ഒരു 3-ാം ഗ്രേഡ് സിനിമ എന്ന് തമിഴിലും ഒക്കെ പറഞ്ഞെടുത്തുനിന്ന് ലാലേട്ടനും മമ്മൂക്കയൊക്കെ കൊണ്ടുവന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് അവിടുന്ന് മാറി ഇപ്പോൾ വേറൊരു ടൈപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ചേച്ചിയുടെ കാഴ്ചപ്പാടിലൊരു എവല്യൂഷൻ എന്താണ് സിനിമയിൽ മലയാളം? മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ചില മാറ്റങ്ങൾ നല്ലതിനായിരുന്നു, ചില മാറ്റങ്ങൾ ഒരു എന്താ പറയുക താഴത്തോട്ടാണ് സിനിമയുടെ നിലവാരത്തെ കൊണ്ടുപോയത്. അപ്പോൾ അതിങ്ങനെ വീണ്ടും കയറി ഇറങ്ങി കാലം അവസാനിക്കുന്നിടത്തോളം ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന, പ്രത്യേകിച്ച് വിശാഖ പറഞ്ഞതുപോലെ കോവിഡിന് ശേഷം ഉള്ള ഒരു പാൻ ഇന്ത്യൻ, അതിലും പുറത്തേക്ക് വലിയൊരു എക്സ്പോഷറാണ് മലയാളം സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കോണ്ടന്റ് എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്ക ശ്രമങ്ങളും വിജയമായി നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ അത് ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഈ പറഞ്ഞതുപോലെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സ്പേസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് നല്ല ഇപ്പം ഈ മാറിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള വളരെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ കൂടി വന്നിരിക്കുന്ന ഒരു സിനിമയാണ് ഫുട്ടേജ്. അപ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്കും അത് ഫീൽ ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. ഈ സാധാരണ നമ്മൾ 80+ പടങ്ങളിലെ നായിക എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് തെറ്റിദ്ധരിച്ച് IA എന്ന് നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച് കേസ് എന്നൊക്കെ പറഞ്ഞാൽ ആസ് എ നോർമൽ എക്സ്പാർട്ട്, അല്ലെങ്കിൽ നമ്മുടെ നോർമലി നടക്കുന്ന ഒരു സംഭവമായിട്ട് ഈസി ആയിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും അങ്ങനെയുള്ള സീനുകൾ ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, നമ്മളെ ഇത് ബാധിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ കരിയറിനെ ഇത് ജഡ്ജ് ചെയ്യുമോ എന്നുള്ളത്? ഹോണസ്റ്റ്ലി നോ, എനിക്ക് ഒരു പെർസെൻറ്റേജ് പോലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് മൈ ടീം വാസ് ദാറ്റ് സ്ട്രോങ്. അവർ അത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പെർസെൻറ്റേജ് അങ്ങനത്തെ നമ്മളുടെ ഇൻ്റർനെറ്റ് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ പോലും വി ഡി നോട്ട് ഫീൽ ഇറ്റ്. ബിക്കോസ് ദേ ഹാഡ് ഭയങ്കര ക്ലാരിറ്റി അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഭയങ്കര കൊറിയോഗ്രാഫി, എല്ലാ സീനും ഇവിടെ കൊറിയോഗ്രാഫ്ഡ് ആയിരുന്നു. നമ്മുടെ ഫുട്ടേജിലെ എല്ലാ സീനും കൊറിയോഗ്രാഫ്ഡ് ആയിരുന്നു. ബിക്കോസ് എല്ലാം സിംഗിൾ ഷോട്ടുകളാണ്. അപ്പം ഇതും കൊറിയോഗ്രാഫ്ഡ് ആയിരുന്നു. സോ വി ലിറ്ററലി സ്പോക്ക് എവറിബഡി. നമ്മളിരുന്ന് സംസാരിച്ച് തീരുമാനിച്ച് ലൈറ്റ്, ക്യാമറ എല്ലാം ഉണ്ടായിരുന്നു.
വി ഹാഡ് ടു ടോക്ക്. സോ അതൊരു ആ ഒരു ടെക്നിക്കൽ പ്രോസസ്സൂടെ ഗോ ത്രൂ ചെയ്തു. ഐ വാസ് ഓൾസോ എക്സൈറ്റഡ് ടു ഗോ ത്രൂ ഓൾ ദ ഫേസ് ഓഫ് ദ മൂവി. ഇപ്പം ഇത് മാത്രമല്ല, ഇത് ചോദിക്കുമ്പോൾ അത് ഡിഫറെൻ്റായി ഫീൽ ചെയ്യുന്നു. പക്ഷേ ഈ മൂവിയിൽ ഒരുപാട് വേറെ പുതിയ ആസ്പെക്ട്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സോ ഐ എം ഗ്ലാഡ്. അത് ഭയങ്കര എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ഇസ് നോട്ട് ജസ്റ്റ് ദാറ്റ്. അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് പാർട്ട് ഓഫ് ദ മൂവി. അതെ, പലതരം ഒരു ഇമോഷനിൽ ഒരു ഇമോഷൻ ആൻഡ് ഒരു എന്താ പറയുക, ഒരു ആക്ട് ആണെന്നേ ഉള്ളൂ. നമ്മൾ ഇതിൽ മൂവിയിൽ ലവേഴ്സ് ആണ്. സോ ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ തിങ്. നമ്മൾ സിനിമയിൽ അങ്ങനെ ഇപ്പൊ ചോദിക്കുന്നത് പോലും ആവശ്യമില്ലാത്തൊരു നമ്മളുടെ സിനിമകളിലെ കഥയിലൊക്കെ അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം. അപ്പൊ അതിനെ മാത്രം നമ്മൾ ഇപ്പൊ നമ്മൾക്ക് മലയാളികളുടെ നിലയം പറയും. ഇപ്പൊ നമുക്കിപ്പോ ഒരു റേപ്പ് ഒക്കെ ഉള്ള പടം എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാം. അത്ര പ്രശ്നമില്ല ആക്ച്വലി ഒരു ലവ് മേക്കിംഗ് സീൻ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. അപ്പം എന്താ പറയാ, ഇങ്ങനത്തെ ഇന്റിമേറ്റ് സീൻ അതൊരു കുഴപ്പം എന്നുള്ള സ്ഥലത്തു നിന്നൊക്കെ പ്രേക്ഷകർക്ക് ഒരുപാട് ദൂരത്ത് പോയി തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ഈ ഒരു പടത്തിൽ നമ്മളതൊരു അതാണ് പേഴ്സണലി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ വിശ്വാസം തന്നൊരു കാര്യമാണ്. ബിക്കോസ് അൺനെസസറി ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനമല്ല. അവരും അതിനെ വളരെ, ഇപ്പോൾ സൈജുനാണെങ്കിലും അതെ, സജ്ഞാണെങ്കിലും അതെ, ഷിനോസ്കി ആണെങ്കിലും അതെ, എവ്രി വൺ അപ്രോച്ച് വിത്ത് സെൻസിറ്റിവിറ്റി. ഇതിനെ ഒരു സ്നേഹത്തിന്റെ ഒരു വേർഷൻ ആയിട്ട്, അല്ലെങ്കിൽ അതിൽ ആ ഒരു പ്ലേഫുൾനെസ് ഉണ്ട്, ഒരു കളിയും ചിരിയും തമാശയൊക്കെ ഉണ്ട് അതിൽ. അല്ലാണ്ട് മറ്റേ ആ പരിപാടിയല്ലല്ലോ, ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ദ മെയിൽ ഗേസ് നമ്മളെപ്പോഴും സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇതിലില്ല. ഇതിൻ്റെ ഒരു ആ ലവിൻ്റെ ഒരു സെലിബ്രേഷനാണ്. പിന്നെ ഇതൊരു ഫൺ ഫുട്ടേജ് ഫിലിം ആയതുകൊണ്ട് നമുക്ക് മറ്റേ പൂവിലേക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓടുന്ന കുതിര. സാധാരണ എനിക്ക് ഈ സിനിമയുടെ ഫുട്ടേജോ അല്ലെങ്കിൽ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവാർഡ് സാധ്യതകൾ വളരെ ഉള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. എന്തുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം? സാധാരണ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ അങ്ങനെ ഒരു ചിന്ത സാധാരണ നോർമലി വരാറുണ്ട്. ഈവൻ പറഞ്ഞ് ഫെസ്റ്റിവൽസിന് അയച്ചതിന് ശേഷം റിലീസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരു ശ്രമം നടത്തിയില്ലേ? നമ്മൾ അങ്ങനെ ശ്രമിച്ചില്ല. ആരും പല ഫെസ്റ്റിവലും നല്ല വലിയ ഫെസ്റ്റിവലിലൊക്കെ നമ്മൾ പിന്നെ കാത്തിരിക്കണം. അത് തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കണം. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ നമ്മളിത് തിയേറ്ററിൽ തന്നെ ആൾക്കാർ കാണണം, അല്ലെങ്കിൽ നമുക്കിത് ഞങ്ങൾക്കും ഇത് തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യം വന്നൊരു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വേണം തോന്നിയ റിസൾട്ട് അതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു പടം ഇറങ്ങി കഴിഞ്ഞ് മറ്റു രീതിയിലുള്ള അവാർഡുകൾ ലഭിക്കട്ടെ. മജേച്ചി പറഞ്ഞിരുന്നത്, നമ്മൾ എനിക്കൊന്ന് കഴിഞ്ഞ തവണ കണ്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് ആക്ഷൻ സിനിമകളിലേക്ക് ശ്രമം നടത്തണം, സ്ക്രിപ്റ്റ് വരട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഐസാറിന്റെ കൂടെ അതിനുശേഷം ഒരു പടമൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായി. ഇനിയും ഇതുപോലൊരു ആക്ഷൻ സീക്വൻസ് പ്രതീക്ഷിക്കാവോ? നോക്കാം. അത് അങ്ങനെ ആക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമോ എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. പക്ഷെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ഷൻ ചെയ്യാൻ. എല്ലാം പരീക്ഷണങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും. അത് എന്നെ കൊണ്ട് പറ്റുന്നത്, കണ്ടാൽ വൃത്തികേടില്ലാത്ത കാര്യങ്ങൾ കോമഡി ആവരുതല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ചെയ്യുന്ന ഇപ്പൊ എന്താന്ന് പറഞ്ഞോളൂ, അത് പറഞ്ഞതിന് ശേഷം വരുന്ന കഥകളിലൊക്കെ ഒരു ആക്ഷൻ. വീട്ടമ്മയാണെങ്കിലും അല്ല, അപ്പൊ അത് കഥയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ആക്ഷൻ അതിനോട് അനുസരിച്ച് അങ്ങ് ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. അതിപ്പോ ഇതിലും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആക്ഷനൊക്കെ ഉണ്ടായിന്ന് വരാം. ഈ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം യൂട്യൂബ് അല്ലെങ്കിൽ ഈ ബ്ലോഗറെ ബേസ് ചെയ്തുള്ള കഥകൾ വരുന്നു. ഒരു കഥയുടെ രീതി തന്നെ മാറി. പുതിയ ആളുകൾ വന്ന് കഥ പറയുമ്പോൾ പഴയ രീതിയോ അല്ലെങ്കിൽ പഴയ ചെറുപ്പക്കാരുടെ ജോലിയോ ഒന്നുമല്ല, എല്ലാത്തിനും പുതിയ വരുന്നുണ്ട്. ചേച്ചി അതിനെ എങ്ങനെയാ ജഡ്ജ് ചെയ്യുന്നത്? പണ്ടൊക്കെ പറയുമ്പോൾ മനസ്സിലാവായിരുന്നു ആണല്ലേ. കേട്ടില്ല. അല്ല, പണ്ടൊക്കെ എനിക്ക് കഥനായിട്ട് മനസ്സിലാവായിരുന്നു. ചേച്ചിക്ക് മനസ്സിലാവും. ഞങ്ങൾ പെടാപ്പാടായിട്ടുണ്ട് പറഞ്ഞു മനസ്സിലാക്കുക. ഇത് വായിക്കുമ്പോഴാണ് ഇത് എങ്ങനെയാണ് കറക്റ്റ്, വളരെ ക്ലാരിറ്റിയിലാണ് ഇത് സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. പക്ഷെ ഇതിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് എപ്പോഴും മനസ്സിലായിക്കൊള്ളുന്നില്ല. ബോയുടെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നു, അടുത്തത് മറ്റേ നമ്മള് ആദ്യം ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാം. അപ്പം പറഞ്ഞു കൊടുക്കാനും കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ക്ഷമ വേണം അല്ലേ? നമ്മളിപ്പോ ഒരു ഇമോഷനിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകും. അതാണ് നറേഷൻ ചെയ്യുമ്പോ അത് ഇവർക്ക് തന്നെ സംശയമായിരുന്നു, എനിക്ക് മനസ്സിലായോ ഇല്ലയോ. ഞാനിങ്ങനെ എല്ലാം
മനസ്സിലായിരിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ചേച്ചിക്ക് പിന്നെ എങ്ങനെ മനസ്സിലായി? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ അവിടെ ഇടിയൊക്കെ ഭയങ്കര ഇടി. അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ലേ? ഇനി നമ്മളെ പറ്റിക്കോ? അല്ല, ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട് നാരായണന്റെ ഇടയിൽ. ഞാനിങ്ങനെ അതിന്റെ ഇടയിൽ ഞാൻ പിന്നീട് അല്ല പിന്നെ പക്ഷെ നമുക്ക് അറിയായിരുന്നു ഇത് ഉദ്ദേശിക്കുന്നത് ഇതാണെന്നുള്ള ഒരു ധാരണ ഇരിക്കുന്നത്. സ്ക്രിപ്റ്റ് വായിച്ചു ഞങ്ങൾ മനസ്സിലായി ചേച്ചി ഇത് നല്ലൊരു സാധനം ചേച്ചിക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ പറഞ്ഞ പോലെ ഒന്നും അല്ല. ശരിക്കും ഇത് സ്ക്രിപ്റ്റ് വേറെ എവിടെയോ ആയിരിക്കും. ഈ മഞ്ജുചേച്ചിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? സ്നേഹം. അതെ, പിന്നെ ഒരു കലയോടുള്ള ഒരു സമർപ്പണം. മനുഷ്യൻ എന്നുള്ള രീതിയിലും നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന മനുഷ്യനാണ്. ആക്ടർ എന്നുള്ള രീതിയിലും നമുക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പൊ ഇവർക്കാണെങ്കിലും അല്ലേ, നമുക്കിപ്പോൾ ഒരാളെ കണ്ട് പഠിക്കണം എന്ന് തോന്നിയാൽ സൈഡിൽ ഒരാൾ ഇരിക്കുന്നുണ്ടാവും. അവരതിനോട് കാണിക്കുന്ന ഒരു സിൻസിയറിറ്റി ആർക്കാണെങ്കിലും അങ്ങനത്തെ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. അത് ഈ സ്നേഹമല്ലാതെ ഒരു കാരണം പറയാം മഞ്ജു ഡെഡിക്കേഷൻ. ദിസ് വൺ മോർ പോയിന്റ്, ചേച്ചിക്ക് എല്ലാവരുടെയും പേര് ഓർമ്മയുണ്ടാവും. ഞാനൊക്കെ മറന്നു പോകും. എങ്ങനെ ചേച്ചി ഞാൻ വണ്ടർ അടിച്ചു വന്നിട്ടുണ്ട്. ഒരു തവണ ഞാൻ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പ്രസ് മീറ്റിൽ ഇരിക്കുക. പ്രസ് മീറ്റ് ഇരുന്നിട്ട് വിജയ് നല്ല ഒരു 10 days റിമെമ്പർ തന്നെ എല്ലാവരുടെയും പേര് ഓർമ്മയുണ്ട്. നമ്മളൊക്കെ എത്ര ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് എനിക്ക് ഇന്ന് പറഞ്ഞ നാളെ ഞാൻ മറന്നു പോകുന്നത്, ഇങ്ങനെ ഓർത്തിരിക്കുന്നതൊക്കെ ഞാൻ നമ്മുടെ പേര് തന്നെ നമ്മൾ മറന്നു. ഈ പഠിക്കുന്ന സമയത്ത് കണക്ക് നല്ല ഇഷ്ടമായിരുന്നോ? സാധാരണ പോലെ അല്ല, സാധാരണ കണക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഭയങ്കര മെമ്മറി പവർ വരുമെന്ന് പറഞ്ഞു കേട്ടു. രണ്ടുപേർക്കും ഭയങ്കര മെമ്മറിയാണ്. ഷെബുനോ ഞാൻ ഒന്നും മറക്കില്ല, അതാണ് ഞാനൊന്നും മറന്നിട്ടില്ല. എന്റെ ഒരു കാര്യം മറക്കത്തില്ല. ആ മെമ്മറി അല്ല, ഫോർമാറ്റ് ചെറിയൊരു ചേഞ്ച്. ഈ സിനിമയുടെ കളർ ടോണൂടെ കണ്ടപ്പോൾ തോന്നിയ ഒരു സാധനമാണ് അത്. എനിക്ക് നോർമൽ പേസിൽ സാധാരണ നമുക്ക് ഏറ്റവും കണ്ണിന് ഫീസിബിൾ ആയിട്ടുള്ള കളേഴ്സാണ് സാധാരണ DA ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾ ഇതിനകത്തൊരു ലൈക്ക് ഒരു കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇതില് ശരിക്കും അതൊരു ഒന്നുകൂടി സ്റ്റാൻഡർഡൈസ് ചെയ്തു. കാര്യം കണ്ണിൽ കുത്തരുത് എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഡേന്ന് നൈറ്റിലേക്ക് ഒറ്റയടിക്ക് പോയാലും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം കോൺട്രാസ്റ്റ് എല്ലാ ഷോട്ടിൻ്റെയും കളറും കോൺട്രാസ്റ്റ് ഒക്കെ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. അത് കണ്ടിട്ടുള്ള ശീലമാണ്. ഇപ്പോൾ ആപ്പിൾ TV-യിലൊക്കെ വരുന്ന ചില വെബ് സീരീസും മൂവിയിലൊക്കെ വരുന്ന ചില സിനിമകൾക്കൊക്കെ ഇതുപോലെ ടോൺ യൂസ് ചെയ്ത് വരും. നമ്മളതിവിടെ അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ്. ഫുൾ കോൺട്രാസ്റ്റ് കുറച്ച് അല്ല ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ടോൺ ഇത് ശ്രമിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആണ് ഇതിന്റെ കളർ ടോൺ. കഥ ഇൻസ്പയർഡ് അല്ലല്ലോ. ഇൻസ്പയർഡ് അതിന് നമ്മൾ കാണുന്ന അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അപ്പം ഒത്തിരി സിനിമകൾ കാണുമ്പോഴല്ലേ അങ്ങനെ ഒന്ന് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും സിനിമകളിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. വൈശാഖ് ബ്രോ തിരിച്ച് ഈ പറഞ്ഞ പോലെ ആ പണ്ട് ചെയ്ത കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഹ്യൂമർ ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോവോ? നല്ലത് വന്നാൽ പോകും ഓഫ് കോഴ്സ്. പക്ഷെ അതിലേക്ക് സ്റ്റക്കായി പോകുന്നത് എന്നുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് ഇനിയും ഈ പറഞ്ഞ പോലെ ട്രൈ ഔട്ട് ചെയ്യണം, എക്സ്പെരിമെൻറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളത് കൊണ്ട് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു ഈ സാധാരണ കാരണം വെച്ചാൽ നമ്മളിലേക്ക് കഥകൾ എത്തണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് സിനിമകൾ വളരെ എഫേർട്ടാണ് ഇങ്ങനെ സിനിമകൾ കിട്ടാൻ. അതിന് വൈശാഖ് എന്ത് എഫേർട്ട് എടുക്കുന്നത്? അതിന് വിശാഖ് ഇപ്പോൾ വിശാഖാണ്. അല്ലെങ്കിൽ വിശാഖ് ഇത് കഴിഞ്ഞ് നേരെ പോയി പേര് മാറ്റിട്ട് അല്ല അപ്പോൾ അതിന് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫിലിം മേക്കേഴ്സിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റേഴ്സിനോട് നമുക്ക് കോൺടാക്ട് ചെയ്യാം, അങ്ങനെ ഓഡിഷൻ ചെയ്യാം. ഇവിടെ മെയിനായിട്ടുള്ള എല്ലാത്തൊരു സാധനമാണല്ലോ ഈ ഓഡിഷൻ, പ്രോപ്പർ ഓഡിഷൻ കൾച്ചർ എന്നുള്ള സാധനം. അപ്പോൾ പുറത്ത് നോക്കിയാൽ ഏറ്റവും വലിയ സുഖം അതാണ്. അപ്പോൾ ഞാനിപ്പോൾ പരസ്യങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴും എന്നും ഓഡിഷൻസ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കും. എവറി ഡേ യു പ്ലേയിങ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. അപ്പോൾ ആസ് എൻ ആക്ടർ നമുക്ക് പെർഫോം ചെയ്യാൻ ഒരു ഇത് മതി, ഒരു വേദി മതി. അതിപ്പോൾ ഒരു 100 പേരാണെങ്കിലും അത് 1000 പേരാണെങ്കിലും ഇറ്റ് ഷുഡ് ബി ഒരു ഓഡിയൻസ് വേണം. അപ്പോൾ ഒരു ഓഡിഷൻ ആകുമ്പോൾ ഒരു 10 പേരെങ്കിലും കാണും എന്നുള്ളൊരു സന്തോഷത്തിൽ നമ്മൾ പെർഫോം ചെയ്യുന്നു. അപ്പോൾ അവിടെയും ഇറ്റ്സ് എ ന്യൂ തിങ് നോ. അപ്പോൾ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഫ് കോഴ്സ് ഈ ഫീൽഡിൽ നമ്മുടെ ഈ കരിയറിൽ ലക്ക് ഇസ് എ ഹ്യൂജ് ഫാക്ടർ. അപ്പോൾ ഈ ഫിലിം വന്നതും ഇതിന് മുന്നേ വന്നതും ഇതിനിപ്പോൾ വരാൻ പോകുന്ന പടങ്ങളൊക്കെ
ഓഫ് കോഴ്സ് നമ്മുടെ ഒരു വർക്ക് ഉണ്ട്, പക്ഷേ ലക്ക് ഇസ് എ ഹ്യൂജ് ഫാക്ടർ. നമുക്ക് ആഗ്രഹിക്കാം, ഈ മാനിഫെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നത് നമുക്കും ചെയ്യാം, പക്ഷെ അൾട്ടിമേറ്റ്ലി അത് വരണം. ഓക്കെ. ഈ സാധാരണ സ്റ്റാറിനെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം പ്രൊമോഷൻ നമ്മൾ അവരെ യൂസ് ചെയ്യും, പോസ്റ്ററിൽ തല വെക്കും. ഇത് വന്ന പോസ്റ്ററിൽ മൂക്ക് വെച്ച് അതിന് ബാക്കി വേറെ പോസ്റ്റിലോട്ട് അതിനെന്താ അതിന്റെ ബാക്കി മറ്റേ ഇവിടുന്ന് മുകളിലേക്ക് കാണുന്നത് അവിടെ വന്ന് കാണുന്നത് ബാക്കി എവിടെയോ. നീയൊക്കെ കൂടി സ്റ്റൈൽ ചെയ്ത് എണ്ണയെ കോലത്തിലാക്കി. അത് ചുമ്മാ പറഞ്ഞാട്ടോ, എനിക്ക് ഭയങ്കര രസം തോന്നി. ശരി, അതായത് നിങ്ങൾ എന്ത് മനുഷ്യനാണ് എന്താ അങ്ങനെ കാണിക്കുന്നത്? എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫാൻ പോസ്റ്റ് വന്നു, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു. രണ്ട് കോസ്റ്റ്യൂം രണ്ട് മറ്റേ പോസ്റ്റർ അറിയാത്തവൻ ഏതാവൻ ലെവലിൽ അറിയാത്തവനാണെന്നൊക്കെ പറഞ്ഞു. ഹലോ, നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് ആയിട്ടല്ല ലോഡ് ആയിട്ടുള്ളത്. അപ്ലോഡ് ചെയ്തപ്പോ കട്ടായി പോയതാന്ന് വിചാരിച്ച കുറെ പേരുണ്ട്. ഈ പറഞ്ഞ പോലെ വലിയ സിനിമകളുടെ ഭാഗമാകാൻ അവസരങ്ങൾ ഒരുപാടുണ്ട്, വലിയ സിനിമകൾ വരുന്നുണ്ട്. ചേച്ചി വലിയ സിനിമകൾ സെലക്ട് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ എന്താണ്? വലിയ സിനിമകളോ? വലിയ സിനിമ ഞങ്ങൾക്ക് വലിയ ക്യാൻവാസിൽ വലിയ താരങ്ങൾ, ഈ പറഞ്ഞ പോലെ പാൻ ഇന്ത്യൻ ലെവലിലുള്ള താരങ്ങളുടെ ഉൾപ്പെടെയുള്ള സിനിമകൾ വരുന്നുണ്ട്. അതിനൊപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കൊച്ചു സിനിമകളും ചെയ്തു പോകുന്നുണ്ട്. ചേച്ചിക്ക് ഈ പറഞ്ഞ പോലെ ഇത് വേണമെങ്കിൽ ഒഴിവാക്കി വലിയ സിനിമകളിലേക്ക് പോവാം, അത് തെരഞ്ഞെടുക്കുന്നതിനുള്ളൊരു മാനദണ്ഡം എന്താണ്? ഇല്ല, അത് ആ പ്രോജക്റ്റിനോടൊരു നമുക്ക് ഇത് ചെയ്താൽ നമുക്കൊരു സന്തോഷമായിരിക്കും എന്ന് തോന്നുന്ന ഒരു ഇത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അല്ല അതൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല. നമുക്കതിലൊരു പേഴ്സണൽ ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ആ പ്രോജക്റ്റിൽ ഉണ്ടെങ്കിൽ സന്തോഷമേ ഉള്ളൂ അതിന്റെ ഭാഗമാണ്. ഇതിനിടയിൽ അതിന് വലിപ്പം വലുത് ചെറുതെന്നൊന്നുമില്ല. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ എന്നുള്ളത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വിശ്വസിക്കുന്ന സിനിമ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് അത് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹം തോന്നുന്ന ഒരു സിനിമയായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനിടെ ലൂസിഫറിന്റെ ഒരു സ്റ്റില്ല് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എമ്പുരാനാണോ? എമ്പുരാന്റെ സ്റ്റില്ല്, അതിന്റെ പ്രോസസ് നടന്ന ചേച്ചിയുടെ ഷെഡ്യൂളെല്ലാം കഴിഞ്ഞോ? ഇല്ലില്ല, ഞാൻ ജോയിൻ ചെയ്തു, കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തു. ഇപ്പോൾ എല്ലാവരും ഗുജറാത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ എനിക്കില്ല. തിരിച്ച് കേരളത്തിൽ ഇവിടെ ആ സമയത്ത് മഴ നന്നായി കനത്ത് വന്നപ്പോൾ ഇവിടെ നമുക്ക് ഷെഡ്യൂൾ പാക്കപ്പ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ തിരിച്ചു വന്നിട്ട് ബാക്കി എല്ലാരും ഫാൻസ് ഉൾപ്പെടെ എല്ലാരും വളരെ എക്സൈറ്റിംഗിൽ കാത്തിരിക്കുന്ന ഒരു സാധനമാണ്. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ആ എക്സൈറ്റിംഗ് എലമെന്റ് ഉണ്ട് ഇപ്പൊ രണ്ടാമത്തെ? നന്നായിരിക്കണമല്ലോ. നന്നാവണമല്ലോ. അതെ, നന്നാവണമല്ലോ. ഓക്കെ. അപ്പൊ എന്താ, ഒരുപാട് സമയം നമ്മൾ സംസാരിച്ചു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഇതിനിടയിൽ പഴയൊരു കഥയാണ്, ചേച്ചി ഓർമ്മയുണ്ടോ എന്നറിയില്ല. നമ്മുടെ തന്നെ ഒരു സുഹൃത്തായ, ഞങ്ങളുടെ തന്നെ കോ ആങ്കറായ വൈശാഖ് എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ്റെ കഥ ഇങ്ങനെയാണ്. ശരിക്കും ഇവന് കുട്ടിക്കാലത്ത്, ഇവൻ കുട്ടിയായിരുന്ന സമയത്ത് ഇവൻ്റെ ചേച്ചി മരിക്കുകയുണ്ടായി. അവന്ന് വെച്ചാൽ അവൻ കണ്ടിട്ടില്ല. അപ്പോൾ അവന് വീട്ടുകാർ അവൻ്റെ ചേച്ചി എന്നും പറഞ്ഞ് അവനെ കാണിച്ചുകൊണ്ടിരുന്നത് മഞ്ജു ചേച്ചിയാണ്. അപ്പോൾ അവനത് കണ്ടു വളർന്നതും കണ്ടതും എല്ലാം മഞ്ജു ചേച്ചിയാണ്. ആ ചേച്ചി എന്ന് പറയുന്ന ഇമേജ് വൈശാഖിന് എപ്പോഴും മഞ്ജു ചേച്ചി തന്നെയാണ്. അവനൊരു തവണ ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ കുറേ കാലം ചേച്ചി അവന് റിപ്ലൈ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന്. ആ ഒരു മൊമെന്റ് ശരിക്കും ഈ ഒരു മൊമെന്റിൽ അത് കൊണ്ടെത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ വൈശാഖിനെ കമോൺ ഇതാണ് ഞാൻ പറഞ്ഞ ആ വൈശാഖ്. ആ ഞാൻ ഒരു വലിയ മോഹൻലാൽ ഫാനാണ്. പക്ഷെ അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് വിറച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ചേച്ചിയുടെ എൻ്റെ ഫ്രണ്ട്സ് ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ തൃശ്ശൂരുള്ള വീടിൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിന് എൻ്റെ അറ്റാക്ക് വന്നു വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേനും. പക്ഷേ ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ഇങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോ ചേച്ചിയുടെ പിറന്നാളിനൊക്കെ ഓരോന്ന് എഴുതുമ്പോഴൊക്കെ എപ്പോഴും നമ്മുടെ രാജീവേട്ടൻ്റെ ഒക്കെ പേജ് നോക്കുന്ന വിപിൻ ചേട്ടൻ ചേച്ചിക്ക് അയച്ചു കൊടുക്കും. ചേച്ചി എനിക്ക് വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്കിതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുവരെ പക്ഷെ കുട്ടിക്കാലം മുതൽ ചേച്ചിയായിട്ട് കൊണ്ടുവരുന്ന ആളെ ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണ്. അയ്യോ, എനിക്കും അത് ഭയങ്കര ടച്ചിങ് ആയി. സന്തോഷം വൈശാഖ്, ചേച്ചിയാണെന്ന് തന്നെ വിചാരിച്ചോളൂ കേട്ടോ.
ചേച്ചി തന്നെയാണ് അല്ലേ? താങ്ക് യു സോ മച്ച്. എന്തായാലും പടം ഹിറ്റാവട്ടെ, വലിയ വിജയമാവട്ടെ. അതിന്റെ ഒരു സക്സസിന് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവരും ഒഴിഞ്ഞു മാറിയിരിക്കുന്ന ഒരു താങ്ക് യു താങ്ക് യു. ഞാനാ താങ്ക്സ് പറയണ്ടേ. ഇത് ഭയങ്കര ഒരു ടച്ചിങ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയി. താങ്ക് യു. ഓക്കെ.